ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് വേറെ ഒന്നല്ല, നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ സാർ ഉണ്ടായതിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നൊരു കാര്യം, സാർ കമ്മിഴുന്നത് ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേർക്കൊരു പരാതി ഉണ്ടായിരുന്നു. 3 മാസം കംപ്ലീറ്റ് ആക്കി 4ാമത്തെ മാസത്തിൻ്റെ തുടക്കം ആഴ്ചയിലാണ് സേറ കമിഴ്ന്നത്. അപ്പോൾ 3rd മന്ത് ഫുൾ കംപ്ലീറ്റ് ആയതിന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സേറ കമിഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഈ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതെന്ന്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹെൽത്ത് സെൻ്റർ ആട്ടോ, വീടിൻ്റെ തൊട്ടടുത്താണ്. ബർത്ത്ഡേ ആയിട്ട് പാച്ചുവിന് ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു കാലുമേ. അപ്പം നമ്മളൊരു ടി എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് പരിക്ക് പറ്റിയെങ്കിലും നമുക്കത് ടി എടുത്തില്ലെങ്കിൽ അത് വലിയ കാരണമാകുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം പോയിട്ട് ഒരു ടി എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ. അപ്പോൾ പാച്ചുവിനെ അവിടെ ക്യൂവിൽ നിർത്തിയിട്ട് ഞാനും ചാര അവിടെ ഇരുന്നു. ഹോസ്പിറ്റലായ കാരണം നമ്മൾ ശ്രദ്ധിക്കണം, പലവിധ അസുഖങ്ങളുണ്ടാവും. മാസ്ക് ഒന്നും ബേബി ഇടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ആരും വരാത്ത ഒരു കോർണറിൽ പോയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാറ് ഇങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ അവൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വരുന്നത്. അവൾ ജനിച്ചതിന് ശേഷം പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടില്ല. വാക്സിൻ എടുക്കാനൊക്കെ വീടിൻ്റെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ സെപ്പറേറ്റ് ഒരു റൂം എടുക്കണം, വാക്സിനേഷൻ റൂം, അങ്ങോട്ട് മാത്രമേ പോവുള്ളൂ. അങ്ങനെ സേറ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നതിനിടയിൽ സേറ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഞെളി തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുറത്തോട്ടൊന്ന് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു ഫിഷ് ടാങ്ക് കണ്ടു കേട്ടോ. അതിൽ കുഞ്ഞു കുഞ്ഞേ പൊടി മീനുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടം ഇങ്ങനത്തെ മീനുകൾ. പണ്ടൊക്കെ ഞാൻ വീട്ടിൽ കുറേ മീൻ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അവളിനെ അകത്തോട്ട് കൊണ്ടിരുത്തി. അപ്പോൾ അവളിങ്ങനെ പുതിയ പുതിയ കാഴ്ചകളായ കാരണം ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അവിടെ ആൾക്കാരുണ്ട്, ഞാൻ പിന്നെ അവരെ കാണിക്കാഞ്ഞതാ. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ നിർത്തുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവളിനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ വെച്ചു. ചൂടെടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര ചൂടല്ലേ ഈ ടൈമിൽ. അപ്പോൾ ചൂടെടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട് ഞാൻ ചേരനെയും കൊണ്ട് പുറത്തിറങ്ങി. അപ്പോൾ അവൾക്ക് ഇത്തിരി ആശ്വാസമായിട്ടോ, ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടിരുത്തി. അപ്പോൾ വലിയ സീനൊന്നും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ കിടന്ന് ഞെളി തുടങ്ങി. ഇപ്പോഴത്തെ ചൂട് ഭയങ്കര, കുഞ്ഞുങ്ങൾക്ക് ഒട്ടും പറ്റില്ല. ഞാൻ വീട്ടിൽ സാരേനൊക്കെ ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് ഉറങ്ങാനൊക്കെ പറ്റാണ്ട് ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ വീട്ടിൽ സാരയ്ക്ക് അധികം ഡ്രസ്സ് ഇട്ട് കൊടുക്കില്ല, ചൂട് കാരണം. എപ്പോഴും നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ച് ഇങ്ങനെ നിൽക്കും. അതൊക്കെ കഴിഞ്ഞപ്പോൾ പാച്ചു പിന്നെ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു. വാക്സിനേഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചൂട് പിടിച്ചിരിക്കുന്ന പാച്ചുവിനെ ഒന്ന് തണുപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള വൈമാൾ, നമ്മുടെ എപ്പോഴത്തെയും കേന്ദ്രം, വൈമാളിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് പാച്ചുവിനൊരു ഷേക്ക് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാച്ചുവിനെയും കൊണ്ട് വൈമാളിലോട്ട് പോയി. അപ്പോൾ തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന എൻ്റെ പാച്ചുവിനെ ആ നിമിഷത്തിയപ്പോൾ കാണാനില്ല. അപ്പോൾ ഞാൻ എവിടെ പോയി, അവിടെ എന്തെങ്കിലും കാഴ്ച കണ്ടു നിന്നുണ്ടാവും. പിന്നെ മുതലിനെ കിട്ടി. അങ്ങനെ ഞാൻ പാച്ചിനും കൂട്ടി നേരെ പോയിട്ട് നമ്മുടെ ഫുഡ് കോർട്ടിലോട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ വകയാണ് ട്രീറ്റ്, ഇഷ്ടമുള്ള ഷേക്ക് പറഞ്ഞു. ഏത് ഷേക്കാണ്, റോയലോ, ഇഷ്ടമുള്ള ഷേക്ക് പറഞ്ഞു, ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാച്ചു വിചാരിച്ചു ഇവൾക്ക് എന്താ വല്ല ലോട്ടറി അടിച്ചാ, ഇത്രയ്ക്ക് എന്നോട് സ്നേഹം. അങ്ങനെ ഞാൻ പാച്ചുവിനും കൂട്ടിയിട്ട് ധൈര്യമായിട്ട് വന്നോ, ഞാൻ ബില്ല് പേ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വക ട്രീറ്റാന്ന് പറഞ്ഞ കാരണം പിന്നെ പാച്ചു ഒന്നും നോക്കിയില്ല, ഉള്ളതിൽ ഏറ്റവും ടോപ്പ് സാധനം ഓർഡർ ചെയ്തു. അപ്പം ഞാൻ എന്തത്ര ധൈര്യത്തിൽ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പോയത് വേറെ ഇങ്ങോട്ടല്ല കേട്ടോ, മൗസിയിലോട്ടാണ്. മൗസിയിൽ നമ്മുടെ ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് ഫ്രീ ആയിട്ടൊരു ഡ്രിങ്ക് കിട്ടും. അവർ ഏത് ഡ്രിങ്ക് എടുത്താലും നമുക്ക് ഫ്രീയാണ്, 10 പൈസ കൊടുക്കണ്ട. ബർത്ത്ഡേക്ക് കൂടെ വന്ന ആൾക്ക്, ബർത്ത്ഡേ ഉള്ള ആളുടെ വയസ്സിൻ്റെ അനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും. അത് ആ ധൈര്യത്തിലാണ് ഞാൻ പാച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ പോയപ്പോൾ പാച്ചു അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് റോയൽ അവൽ മിൽക്ക് മതിയെന്ന്. ഓക്കെ, എന്നാൽ പാച്ചുവിന് അത് വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു ബ്ലൂബെറിയുടെ അവൽ മിൽക്കും ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ 10ൻ്റെ പൈസ അടയ്ക്കാണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ നമ്മുടെ കയ്യിലൊരു ടോക്കൺ തന്നു കേട്ടോ. ആ ടോക്കൺ വാങ്ങിച്ച് സീറ്റിലെത്തിയതും എൻ്റെ ബസ്സറടിച്ചു. അപ്പം ഞാൻ ആ അടിച്ച ബസ്സറും കൊണ്ട് നേരെ അവരുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവരെനിക്ക് എൻ്റെ ഡ്രിങ്ക് തന്നു. അപ്പം ഞാൻ പാച്ചുവിൻ്റെ അവൽ മിൽക്ക്, റോയൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അവൽ മിൽക്കാട്ടോ അത് കൊടുത്തു ധൈര്യത്തിൽ. എൻ്റെ ബ്ലൂബെറിയുടെ അവൽ മിൽക്ക് ഞാനും എടുത്തു. കിട്ടിയതും എൻ്റെ കാര്യമായി. പാച്ചു അവിടെ നിന്നിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവിടെ പോയപ്പോൾ സാർക്ക് പുതിയൊരു എക്സ്പെരിമെൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ കാര്യമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് എന്താ സംഭവം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സാറ് നോക്കുന്നുണ്ട്. അല്ലാതെ അവൾക്ക് പുത്തൻ കാഴ്ചകളാണ്. അങ്ങനെ അവൽ മിൽക്കൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റിയതിന് ശേഷം തൃപ്രയാറുള്ള ഇക്കോ ബൈസിൻ്റെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ എത്തി കേട്ടോ. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഇക്കോ ബൈസിൽ. അവിടെ മെയിനായിട്ട് അൽഫാം, പെരി പെരി, ഷവായി ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് ഞങ്ങൾ പണ്ടിങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ കൈയൊക്കെ പിടിച്ചിട്ടിരിക്കാറുണ്ട്. കല്യാണം കുട്ടിയെന്ന് വെച്ചിട്ട് അങ്ങനെ റൊമാൻസിനൊന്നും കുറവൊന്നുമില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മൾ
ഒരു ചിക്കനും ഒരു ബീഫായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഹണി അൽഫാമും പിന്നെ ഒരു ബീഫിൻ്റെ ഗ്രിൽഡ് ബീഫ് എന്തോ സംഭവം, എനിക്ക് പേര് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് നമ്മളെപ്പോൾ പോയാലും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്സാട്ടോ പറയുക. എപ്പോൾ ഫുഡ് കഴിക്കാൻ പോയാലും ഡിഫറെൻറ്റ് ഫുഡ്സേ പറയുള്ളൂ. അപ്പം നമുക്ക് 2 ഫുഡും ടേസ്റ്റ് ചെയ്യാം. ഒരേ ഫുഡ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ വൈബ് തന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും പാർട്ട്നേഴ്സ് ഓപ്പോസിറ്റ് വൈബ്സ് കിട്ടണം എപ്പോഴും. അപ്പോഴാണ് നമുക്ക് 2 വൈബും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സെക്കൻഡ് എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ സെക്കൻഡ് പാർട്ട് കാണാൻ മറക്കല്ലേ. ബൈ.